നമുക്കൊരു കോളർ ഉണ്ട് മലപ്പുറത്ത് നിന്നും കനകമ്മ. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പ്ലീസ് പറയൂ. എനിക്ക് 67 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഈ റൂമിൽ അടച്ചു കഴിയുമ്പോഴേ ജനലുകളും എല്ലാം അടച്ചു കഴിയുമ്പോൾ ശ്വാസം കിട്ടാത്തതായിട്ട് ഒരു തോന്നല്. അത് തിരക്കുള്ള വാഹനത്തിൽ കയറിയാലും ഒരു ഓപ്പൺ അല്ലാത്ത പാസേജിൽ ക്യൂ നിന്നാ പോലും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പുറത്ത് കിടക്കണമെന്ന് വല്ലാത്ത ശ്വാസം മുട്ടല് പോലെ കുറച്ച് നാളായി അത് തുടങ്ങിയിട്ട്. എന്നിട്ട് കനകമ്മ ചേച്ചി വല്ല ചികിത്സയ്ക്ക് വല്ല ശ്രമിച്ചോ? ഇല്ല, ഞാൻ ചികിത്സയായിട്ടൊന്നും ശ്രമിച്ചില്ല സാർ. വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത്. ഉണ്ടായിരുന്നു ചില അതുപോലെ വ്യക്തമ സ്റ്റേജ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിലും അങ്ങനെ. അപ്പം എനിക്ക് ഈ മരണ ബന്ധുക്കളുടെ അപ്പം മുറിയിൽ ആളുകൾ കൂടുമ്പോ എനിക്ക് പുറത്ത് കിടക്കണം. അമ്പലങ്ങളിൽ പോയാലും കൂടുതൽ ആളുണ്ടെങ്കിൽ ഒത്തിരി തള്ളലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുക, നീങ്ങി പോവുക. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. നേരത്തെ ഒരു 30 വയസ്സിൽ എനിക്ക് അങ്ങനെ ഒരു തിയേറ്റർ, അന്ന് ടെമ്പററി തിയേറ്റർ ഒക്കെ തിയേറ്ററിൽ വെച്ച് അങ്ങനെ ഒരു ദിവസം ഉണ്ടായി. പിന്നെ അത് 50 വയസ്സ് വരെ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ അത് എപ്പോഴും ഒരു കാറ് കയറിയാലും പിന്നെ എനിക്ക് ഡോർ അടച്ച ഉടനെ AC ഇടാനായിട്ട് അടച്ചാലും എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി. ശരി. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാം. ഒന്ന് കനകമ്മ ചേച്ചി കൂടെ കേൾക്കാം. അപ്പോൾ സ്വാതി, നമ്മൾ ചർച്ച ചെയ്ത 2 തരം ഫോബിയകളിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ വിളിച്ച പ്രേക്ഷക നമ്മളെ ചർച്ചയിലേക്ക് തള്ളി നീക്കിയത്. അഗോറഫോബിയ എന്ന് വിളിക്കും. അഗോറഫോബിയ എന്ന് പറയുന്നത് പിന്നെ വാക്കിൻ്റെ അർത്ഥം അനുസരിച്ചാണെങ്കിൽ ഫിയർ ഓഫ് ഓപ്പൺ സ്പേസ്, തുറസായ സ്ഥലത്തോടുള്ള പേടി എന്നാണ് എൻ്റെ അർത്ഥമെങ്കിലും ആക്ച്വലി അതൊരു മിസ്നോമറാണ്, തെറ്റായ പദപ്രയോഗമാണ്. ശരിക്കും അഗോറഫോബിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വിളിച്ച ശ്രീമതി കനകമ്മ സൂചിപ്പിച്ച പോലെ ഫിയർ അബൌട്ട് ഹൗ ടു എസ്കേപ്പ് ഫ്രം എ ഡിഫിക്കൽട്ട് പ്ലേസ്. വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഞെരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ നമ്മൾ ക്യൂ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നല്ല ഇടിയും തള്ളുള്ള ബസ്സിനകത്ത് പോയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നല്ല ഇടിയും തള്ളുള്ള ട്രെയിനിൽ നിൽക്കുന്നു. ഈ ചില ട്രെയിനിലൊക്കെ അതെ പബ്ലിക് പ്ലേസ്, ചില ട്രെയിനിലും ബസ്സിലൊക്കെ ചില ബിരുദന്മാർ കൃത്രിമമായ ഇടിയും തള്ളൽ ഉണ്ടാക്കാറുണ്ടെന്നുള്ള കാര്യം അറിയാലോ. അപ്പം ഇങ്ങനെയുള്ള ഇടിയും തള്ളലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാണെന്ന തോന്നലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ചില വ്യക്തികൾക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ശ്രീമതി കനകമ്മ എന്ന പ്രേക്ഷകൻ നമ്മോട് സംസാരിച്ച അഗോറഫോബിയ. അപ്പോൾ ഈ അഗോറഫോബിയ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഇത്തരം ആൾക്കാരുടെ ഹിസ്റ്ററി പരിശോധിക്കാമെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ പണ്ടെപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള തള്ളലിൽ നിന്നും രക്ഷപ്പെട്ടു മാറാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ചില എപ്പിസോഡ്സ് ഉണ്ടാവാം. നിർബന്ധമല്ല, ഇറ്റ്സ് നോട്ട് എ മസ്റ്റ്, ബട്ട് ഉണ്ടാവാം. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് റിലാക്സേഷൻ എക്സർസൈസ് നമ്മൾ വളരെ ഗുണകരമാണ്. റിലാക്സേഷൻ ചെയ്ത ശേഷം സാങ്കേതികമായിട്ട് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ഈ വളരെ തള്ളലുള്ള സ്ഥലം വിഷ്വലൈസ് ചെയ്യുന്നു, മനസ്സിൽ കാണുന്നു, വീണ്ടും റിലാക്സ് ചെയ്യുന്നു, വീണ്ടും തള്ളലുള്ള സ്ഥലത്ത് പെട്ട പോലെ മനസ്സിൽ കാണുന്ന ശേഷം വീണ്ടും വിഷ്വലൈസ് ചെയ്യുന്നു. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒപ്പം തന്നെ വളരെയധികം റിലാക്സ് ചെയ്യുന്ന അവസ്ഥ എത്തുമ്പോൾ ഈ തള്ളലുണ്ടാക്കുന്ന സ്ഥലം തന്നെ ടെൻഷൻ ഉണ്ടാക്കുവാൻ പരാജയപ്പെടുത്തും, ഉത്കണ്ഠ ഉണ്ടാക്കുവാൻ പരാജയപ്പെടും. അതാണ് റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ. ബ്രീതിങ് എക്സർസൈസ് ആവാം, അല്ലെങ്കിൽ ജേക്കബ്സൺ റിലാക്സേഷൻ ആവാം, എന്തെങ്കിലും യോഗയാവാം, വിവിധ തരത്തിലുള്ള ഏതെങ്കിലും. പ്ലീസ്. പുരുഷോത്തമൻ. ഹലോ ഹലോ. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ വിവിധ നിലയ്ക്കുള്ള റിലാക്സേഷൻ്റെ സഹായത്തോടു കൂടിയുള്ള സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ബിഹേവിയർ തെറാപ്പിയാണ് സാധാരണഗതിയിൽ ഈ അഗോറഫോബിയ പോലത്തെ സംവിധാനത്തിന് വളരെ ഗുണകരമായിട്ട് നീങ്ങുന്നത്. പിന്നെ അവരുടെ ചിന്ത മാറ്റുക. ഈ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, അത് മാറ്റുന്നതും ഇതിൻ്റെ കൂടെ സഹായിക്കുന്ന ഒരു മാർഗ്ഗമായിരിക്കും. സോഷ്യൽ ഫോബിയയിൽ ഞാൻ ഈ കുട്ടിക്കാലത്ത് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് ഉത്തരം പറയാൻ ശ്രമിച്ച് തിരിച്ച് വഴക്ക് കിട്ടിയ ഒരു കുട്ടി വളർന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുകയായിരുന്നു. അയാളുടെ ജോലി സ്ഥലത്ത് വെച്ചും ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഗ്രൂപ്പുകളിൽ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം വന്ന് അയാൾ ആത്മഹത്യാ ശ്രമം നടത്തി. അങ്ങനെ ആ ഒരു ക്രൈസിസിൽ രക്ഷപ്പെട്ട ശേഷമാണ് ചികിത്സ എടുക്കാൻ ശ്രമിക്കുന്നതും എന്നെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ബാല്യകാലങ്ങളിലോ കൗമാരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട റിജക്ഷൻസ്, തള്ളലുകൾ,
അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പുമായി അല്ലെങ്കിൽ സമൂഹവുമായി ഒരുമിച്ച് നീങ്ങാൻ പറ്റാതെ പോകുന്ന സാഹചര്യം. ഡോക്ടർ നേരത്തെ മിസ്സായ കോളായിരുന്നു. ഹലോ, വീണ്ടും വീണ്ടും കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളും ഒരു പ്രധാന സോഷ്യൽ ഫോബിയ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട്. വേറെ രസമുള്ളൊരു സോഷ്യൽ ഫോബിയയുടെ കാരണം പലപ്പോഴും ഒരു മോറൽ ആങ്സൈറ്റിയാണ്, സദാചാരം സംബന്ധിച്ചുള്ള ആങ്സൈറ്റി. എനിക്ക് വളരെ രസമായിട്ട് ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അതിൽ ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ കാര്യം, ഒരു യുവാവാണ്. അയാൾ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ട ശേഷം നീന്തി കയറി ഒരുപക്ഷെ ദൂരെ നിന്നും മറ്റൊരു ജില്ലയിൽ നിന്നാണ് ഇവിടെ വന്നതാണ്. വളരെ നിഷ്കളങ്കനാണ്. പക്ഷെ അയാളുടെ പേര് ഒരു പി അജിത്ത് എന്ന് കരുതിക്കോളൂ. അജിത്ത് എന്നല്ല, മറ്റു പേരാണ്, പക്ഷെ പി എന്നുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ അജിത്ത് എന്ന് കരുതിക്കോളൂ. ഇയാൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇയാളെ മോശക്കാരനായി ചിന്തിക്കുന്നു, അതുകൊണ്ട് ആളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ഞാനൊരു മോശക്കാരനാണ്, ഇങ്ങനെയുള്ള വല്ലാത്ത ചിന്തയാണ്. അപ്പം ഇതിന് കാരണമായിട്ടുള്ള പറയുന്ന രണ്ട് സംഭവങ്ങൾ. ഒരു ബാല്യം കൗമാരം ആ സ്റ്റേജിൽ നിൽക്കുന്ന അവസരത്തിൽ അയാളൊരു കസിൻ പെൺകുട്ടി, ആ കുട്ടി അന്ന് കോളേജിൽ അന്ന് പ്രീഡിഗ്രിയാണ്, +2 വരെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അത് വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടി നടന്നു പോകുമ്പോഴേക്കും ഈ കുട്ടിയുടെ മേത്ത് ഇയാൾ തട്ടും, ആ കുട്ടിയും തട്ടും. അപ്പം ഒരിക്കലെന്തോ ഇയാൾ തട്ടിയപ്പോൾ കുട്ടി ചുമ നിന്നു. പിന്നെ തട്ടൊരു ഹാബിറ്റായി. അപ്പോൾ കുട്ടി നിന്ന് കൊടുക്കും, ഇയാളുടെ തട്ടും, ഇങ്ങനെ പോയി തട്ട് കുറച്ച് കൂടി വരുന്നൊരവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ കസിനുമാണ്. അപ്പോൾ ആ ഒരു പേടിയും പാടില്ലാത്തൊരു റിലേഷൻഷിപ്പ് എന്ന ധാരണയുണ്ട്. പക്ഷേ ഈ തട്ടൽ കൂടിപ്പോയി. പക്ഷേ കുട്ടി തട്ടലൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുവെങ്കിലും കുട്ടിയുടെ മനസ്സിൽ ഒരു തട്ടലും ഉണ്ടായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ ഇയാളുടെ മനസ്സിൽ തോന്നി, ഞാൻ ഈ കാണിച്ച മഹാവൃത്തികേടാണ്, ഏതെങ്കിലും ബന്ധുക്കൾ കഷ്ടകാലത്ത് നിന്ന് കണ്ടാൽ എന്താവും, ഞാനൊരു മഹാവൃത്തിയായിട്ട ആളാണ്, ഒരു പന്നത്തനാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇയാളെ അവസാനം പറഞ്ഞു, ഇയാൾ പി അജിത്ത് എന്നാണ്. ഞാൻ അവസാനം ഇയാളെ പറയുന്നത് താനൊരു പന്നനാ. അപ്പം ഞാൻ ഈ പി അജിത്തിന് പന്നൻ അജിത്ത്, ഞാനൊരു പാരഡോക്സിക്കലായിട്ട് പറയായിരുന്നു. താനെങ്ങനെ വിചാരിച്ചു, താൻ പന്നൻ അജിത്ത് എന്നാണ് മറ്റുള്ളവർ വിളിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അത് കാരണം എന്താ കുഴപ്പം സംഭവിക്കാൻ വന്നു? ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ താനിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നല്ല പ്രശ്നം, അല്ലാതെ ആരെന്താ കാണാൻ പോകുന്നു എന്ന് ഉള്ള നിലയ്ക്ക് ചിന്തിപ്പിക്കുന്ന അവസരത്തിൽ സാവധാനം അയാൾ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു. പിന്നെ അതിൽ നിന്ന് മാറി രക്ഷപ്പെട്ടു പോയി. അയാൾ ഇപ്പം വിദേശ രാജ്യത്ത് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഇങ്ങനെയുള്ള ചില സദാചാരത്തെ ബാധിക്കുന്ന, സ്പർശിക്കുന്ന അനുഭവങ്ങൾ, ഇത് ഒരു എക്സാമ്പിൾ, ഇതുപോലെ കുറേ എക്സാമ്പിൾ മനസ്സിലുണ്ട്. അത്തരം അനുഭവങ്ങളും പലപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിൽ പ്രധാന വില്ലനായി തീരുന്ന ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ ഫോബിയ, സ്റ്റേജ് ഫിയർ ഒക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് അതിന് സാധാരണഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തന്നെയാണ്. പക്ഷെ അത് റിയൽ ലൈഫിൽ ചെയ്യുക എന്നാണ്. ഇപ്പോൾ ഒരാളിനെ ആദ്യം നമ്മൾ റിലാക്സേഷൻ പഠിപ്പിക്കുന്നു, അതിനുശേഷം കൊച്ചു ഗ്രൂപ്പുകളിൽ അയാൾ വിടുന്നു, അതിനുശേഷം കുറച്ചുകൂടി വലിയ ഗ്രൂപ്പുകളിലേക്ക് വിടുന്നു, വീണ്ടും അയാളൊന്ന് റിലാക്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങളാരും ആക്ഷേപിക്കാനില്ല, നിങ്ങളുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും നിങ്ങളെപ്പോലെ എന്നുള്ള എന്തൊരു ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ തെറാപ്പിസ്റ്റ് തന്നെ ഒരു മോഡലായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്ന് വിളിക്കുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സാ സംവിധാനമാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറുകൾക്ക് ഏറ്റവും സഹായകമായിട്ട് കാണുന്നത്, ഗുണകരമായിട്ട് കാണുന്നത്. അതെ. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തുള്ള എക്സസൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ഫേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഒരു എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമോ, അതോ ടൈം എടുക്കുമോ, അതോ ഓരോ ആൾക്കാരനുസരിച്ച് ഡിപ്പെൻസ്. പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ ഒരു 2-3 മാസം കൊണ്ട്, ഒരാഴ്ചയിൽ ഒരു സെഷൻ എന്ന വിധത്തിൽ 2-3 മാസം കൊണ്ടുള്ള പിന്നെ സെഷൻസിൻ്റെ സഹായത്താൽ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയില്ല സാറേ ഞാനിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു, എനിക്കറിയാം എന്തൊരു പേടി പോലെ തോന്നുന്നു, പക്ഷേ എനിക്കതറിയാം ഇത് ആവശ്യമില്ലാത്ത പേടിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അങ്ങനെ എനിക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നു, ഇതാണ് സാധാരണ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല, നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ പോലെ എനിക്കും കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നു, ഞാൻ പുറത്തു പോകുന്നു, അങ്ങനെ പറഞ്ഞു മാറുന്ന ആൾക്കാർ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫോബിയകൾ തന്നെ പല വിധത്തിലുണ്ട്. നമ്മൾ സംസാരിച്ച പോലെ സ്പെസിഫിക് ഫോബിയ അല്ലെങ്കിൽ സിമ്പിൾ ഫോബിയ ഉണ്ട്, ഒരു ലേഡി ചോദിച്ച പോലെ അഗറോഫോബിയ ഉണ്ട്, സോഷ്യൽ ഫോബിയ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ വിവിധ തരത്തിലുള്ള മനുഷ്യരെ വ്യത്യസ്തമായ നിലയ്ക്ക് ബാധിക്കുകയും അവരുടെ ഒരുപാട് കഴിവുകളെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നുമുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച ഡോക്ടറിന് നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.